അമ്മ അടുക്കളയില് ഒട്ടപ്പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്ക. ചെന്ന് നോക്ക്. ഹലോ, എത്ര നേരം വിളിക്കണേ? ടൗണിലാ, ഫോണിൽ കളിച്ചോണ്ടിരിക്കും. ഇതെന്താ മുട്ടപ്പത്തിരിയോ? മുട്ടപ്പത്തിരി കുഞ്ഞു പറഞ്ഞു. ഇത് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ പലഹാര. മുട്ടപ്പത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഇതെന്താ? ഇത് മൈദ മുട്ടയും കൂടിയിട്ട് നമ്മള് കലക്കി വെച്ചേക്കണത്. ഉപ്പ് ഇട്ടിട്ട് മൈദപ്പൊടി മാത്രം, വേറെ ഒന്നും ചേർക്കില്ല, മൈദപ്പൊടി മാത്രം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയ്ക്കിട്ട് ഒന്ന് കാണിച്ചേ. ചൂട് കാണുന്നുണ്ട് എനിക്ക് ഇടുന്നതാണ്. ചൂടിന്റെ മണപ്പിച്ചേക്ക്. അപ്പൊ ഇതാണ് സംഖ്യ നമ്മുടെ മുട്ടപ്പത്തിരി കണ്ട. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ ചായയുടെ പലഹാരമാണ്. അപ്പൊ ഈ കിച്ചു കണ്ടിട്ട് പറഞ്ഞത് തൃശ്ശൂർക്കാർക്കുടെ ഒരു പലഹാരം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. എവിടെയൊക്കെ നമ്മുടെ എന്റെ അറിവിൽ തൃശ്ശൂർക്കാരുടെ ഒരു പലഹാരമായിട്ടാണ്. നിങ്ങളൊന്നും തോന്നല്ലേ, കാരണം അവര് വിചാരിക്കും ഞങ്ങളുടെ നാട്ടിലൊന്നും കിട്ടില്ല ഇങ്ങനത്തെ പലഹാരം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ കഴിച്ചിട്ടൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞാൽ തിന്നോണ്ടേ ഇരിക്കും അവിടെ. അത്ര ടേസ്റ്റ്. തേങ്ങാപ്പാല് പഞ്ചസാര ഇട്ടിട്ട് ഇതിനകത്ത് ഒഴിച്ച് നമ്മൾ കഴിക്കണം. അത്ര സാധാരണ നമ്മള് മലബാറില് തേങ്ങാപ്പാല് ഒരു കറി ഐറ്റംസ് ആയിട്ട് കൂട്ടിയിട്ടില്ല. അതായത് മോഹൻലാല് ഒരു സിനിമയിൽ തേങ്ങാപ്പാല് കറിയല്ല കിച്ചു, ഗോതക്കയുടെ തേങ്ങാപ്പാല് ഞങ്ങള് കറിയായിട്ടല്ല കൂട്ടുന്നത്. ഞങ്ങൾ തൃശ്ശൂർക്കാര് നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പാല് യൂസ് ചെയ്യാറുണ്ട് നൂലപ്പത്തില്. അതുപോലെ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാല് യൂസ് ചെയ്യാറുണ്ട് നൂലപ്പം. അതായത് എന്തപ്പം? അതായത് നമ്മുടെ ഇടിയപ്പം എന്നുള്ള സാധനമല്ലേ, പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ, പിന്നെ കോഴിക്കോട് മലപ്പുറം ഉള്ള ആ നമ്മുടെ ഇടിയപ്പം ഇവർക്ക് നൂലപ്പമാണ്. ആ ഇടിയപ്പത്തിന് നമ്മൾ കടലക്കറിയും ഇതൊക്കെയാണ് കഴിക്കാറ്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കത് എന്റെ കിച്ചു ഞങ്ങൾ കടലക്കറിയും ചിക്കൻ കറിയും ബീഫ് കറിയും മുട്ടക്കറിയും ഒക്കെ ഞങ്ങൾ നൂലപ്പത്തിന് എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് തേങ്ങാപ്പാലിലും മധുരം ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കും. കാരണം തേങ്ങാപ്പാലിട്ട് കഴിക്കുന്ന ടേസ്റ്റ് വേറെ. അപ്പൊ നമുക്ക് കറികളൊന്നും കൂട്ടില്ല മനസ്സിലായി. പിന്നെ ഗ്രീൻ ബീൻസ് നമ്മൾ ലഡുവും മത്തിയും കഴിക്കും. പിന്നെ നിങ്ങൾ ലഡു മത്തിയല്ല ആദ്യമേ പറയാറ്. ഇവന് ഞങ്ങട്ടെ ഇത് തിന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് പറയും. പിന്നെ 2 തരുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ ഏതായാലും ഇത് കഴിച്ച ശേഷം നിങ്ങളോട് ഇതിന്റെ പിന്നെ കൂടുതൽ ഇതിന്റെ ടെക്സ്ചർ എന്തെന്നതാ നോക്കിക്കോളൂ. ഇതിന് മൈദയും മുട്ടയും ഇതാണ് ഇതിന്റെ മിക്സിങ്. മൈദ ഇതിന്റെ ഒരു 1/2 കിലോന്റെ മൈദ, 1/2 കിലോ പാക്കറ്റ് മൈദ. ഇവിടെ നല്ലൊരു ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതാ ഇതിന്റെ നല്ല ടെക്സ്ചർ ആയിട്ടുണ്ട്, നല്ല മിക്സിങ് ആയിട്ടുണ്ട്. ഇതില് പിന്നെ നമ്മുടെ ഭഗവതി പറയുന്നത് മുട്ടയും മൈദയും ഉപ്പും എന്നാണ്. നമുക്ക് ഏതായാലും ഇത് പ്രത്യേകത കേട്ട ചങ്കാള. ഇത് ഉണ്ടാക്കുന്നത് നമ്മള് മൺചട്ടിയിലാണ്. ഇതിന്റെ രൂപം ഇതാണ്. മൺചട്ടിയിലാണ് ഈ സാധനം ഉണ്ടാക്കുക. അതായത് ഒന്നും മിണ്ടാണ്ട് കിച്ചു പറഞ്ഞോട്ടെ. കിച്ചു കാക്കാക്കൂട്ടത്തിൽ കല്ലിട്ട മാതിരിയാണ് കിച്ചു. മൺചട്ടിയിലാണ് പോലും മൺചട്ടിയില് നമ്മള് വന്നപ്പോ മൺചട്ടിയാണ് ചങ്കാള നമ്മൾ ഇതിന് യൂസ് ചെയ്യണത്. കണ്ട മൺചട്ടി നല്ല ചൂട് വേണം. മൺചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും തേക്കില്ല. നമ്മൾ വാഴയുടെ ഇല എടുത്തില്ല, വാഴയുടെ ഇല. ഈ വാഴയുടെ ഇല കൊണ്ട് നമ്മൾ ഇതിനെ ഓരോ അപ്പം ചുട്ടെടുക്കുമ്പോഴും ഒന്ന് തുടച്ചു കൊടുക്കും. നമ്മൾ കണ്ട ഈ വാഴയുടെ ഇല കൊണ്ടാണ് നമ്മളൊന്ന് ചുട്ടി. നമ്മള് സാധാരണഗതിയിൽ ഇതിനെ ഓട്ടപ്പം അല്ലെങ്കിൽ ഓട്ടട എന്നൊക്കെയാണ് പറയാറ്. അപ്പൊ ഈ ഓട്ടടയാണ് വെറും മൺചട്ടിയിലേക്ക് കണ്ട. അപ്പൊ അവന്റെ മോതിരം മൺചട്ടി എന്ന് പറയുമ്പോ കാണിച്ചു കൊടുക്കണം. വെറും മൺചട്ടിയിലാണ് നമ്മൾ ഈ സംഭവം ഒഴിച്ചെടുക്കണത്. എന്നിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് കഴിയുമ്പോ തീ കൂട്ടിയിരുന്നു കേട്ടോ. കാരണം ഞാനിപ്പോ എടുക്കാൻ തീ കുറച്ചുണ്ടായിരുന്നു. എപ്പോഴും ഇതിന് തീ കൂടുതൽ വേണം. മൺചട്ടിയിലാവുമ്പോ തീ കൂടുതൽ വേണം. അപ്പൊ മുട്ടപ്പത്തിരില് ഉപ്പ് കൂടുന്നൊരു ഡൗട്ട് ഉണ്ട്. തോർത്തെടുത്താ ഞാൻ വേർത്ത്.
അപ്പൊ ഇത് കണ്ട് നല്ല റൗണ്ട് കണ്ട ചങ്കല കണ്ട നല്ല റൗണ്ട് റൗണ്ട് അപ്പോണ് ഇതിന്റെ ബാക്ക് വശം കണ്ട ഇങ്ങനെ കുറച്ച് മുരിഞ്ഞിട്ട് മൺചട്ടി ആയത് പക്ഷെ നല്ല ടേസ്റ്റ് ആണിട്ടത്. തേങ്ങാപ്പാൽ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കുതിർത്തിട്ട് അങ്ങോട്ട് തിന്നണം. എൻ്റെ പൊന്നി ചങ്കളെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ കാണിച്ചത് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് തേങ്ങാപ്പാൽ ഇട്ടിട്ട് തേങ്ങാപ്പാൽ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരാൾ സെറ്റ് ചെയ്യണം തേങ്ങാപ്പാൽ അറിയില്ല പിഴിഞ്ഞെടുക്കണം. നമ്മൾ കറിക്കൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പൊ എന്തോ അടിച്ചിരിക്കണേ ആ കിച്ചത്തോർത്തെടുത്താ ഞാൻ വിയർക്കുന്നു. അപ്പൊ ഇവർക്ക് ഭയങ്കര ആഗ്രഹം. സത്യം പറഞ്ഞ എനിക്ക് ഈ വക പണി ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇതുണ്ട് വയർക്കണോക്കെ ചൂടെടുത്ത് മരിക്കും. ഈ നേരം കൊണ്ട് ഒന്നും മിണ്ടാണ്ട് പോടി. അത്രയും ചൂടെന്റെ ചങ്കള് ഇവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര ചൂടും. ചിരിക്കാൻ എന്റെ നെഞ്ചത്ത് കയറിയെടുക്ക് കുറച്ച് കാണിച്ചേ. ഇതൊക്കെ നമ്മൾ നോക്കിയോട്ടെ ഇതിന്റെ ഭംഗി നോക്കി കണ്ട നല്ല രസമില്ല കാണാനായിട്ട്. അപ്പൊ ഇത് സെറ്റായിട്ട് എടുക്കട്ടെ. മൺചട്ടിയപ്പല്ല മുട്ടപ്പത്തിരി. അപ്പൊ ഈ പത്തിരിയുടെ ചട്ടി നമുക്ക് എല്ലാ ചട്ടികളും അതായത് മൺചട്ടി ഉണ്ടാക്കണ സ്ഥലങ്ങളില്ലേ നമ്മുടെ നിക്ക് എറണാകുളത്ത് ഞങ്ങളുടെ മാളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. എറണാകുളത്തുകാർക്ക് ഇത് വേണമെങ്കിൽ എന്റെ ഫ്രണ്ട്സിലെല്ലാം കാണുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നമ്മുടെ പള്ളിയിലെ ഏത് പള്ളി എടപ്പള്ളി പള്ളി അവിടെ ചട്ടി വിൽക്കുന്ന ഒരു ചേച്ചിരിക്കുന്നുണ്ട്. അതിന്റെ അടുത്തുണ്ട് ഇങ്ങനത്തെ ചട്ടി അപ്പച്ചട്ടി എന്ന് പറഞ്ഞാൽ മതി. ആ സംഭവം ഇത് ഇതിനകത്ത് എണ്ണ തടവരുതിട്ടാ. ചട്ടി ആദ്യം നമുക്ക് കൊണ്ടുവന്നിട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് വഴക്കണം. ചട്ടീനെ നമ്മൾ മയക്കിയെടുക്കാന്ന് പറയും. ആ ചട്ടി കൊണ്ടിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ തിളപ്പിച്ചോണ്ടിരിക്കണം. അപ്പൊ ആ ചട്ടി മയങ്ങി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങും. അപ്പൊ ചങ്കുകളെ ഈ എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് മാത്രമല്ല ഈ മൺചട്ടി എന്ന് പറയുന്ന സാധനം അപ്പങ്ങളുടെ നാടായ കണ്ണൂര് വളരെ ഫേമസ് ആയിട്ട് ഈ ലോകത്ത് മുഴുവൻ അപ്പങ്ങളുടെ ഒരു പാട്ട് തന്നെയുണ്ട്. അപ്പങ്ങളെല്ലാം ചുട്ടമായി എന്നുള്ള പാട്ട് തന്നെ ഉള്ള കണ്ണൂരും കാസർഗോഡ് ജില്ലയിലും ഇതൊക്കെ ഈ ചട്ടിയുണ്ട്. അപ്പൊ ഈ ചട്ടിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എറണാകുളം മാത്രം കിട്ടുന്നതല്ല, ഇത് കണ്ണൂരും കിട്ടുന്നുണ്ട്. ഈ ചട്ടി നമ്മൾ സാധാരണഗതിയില് ഇതിനെ കന്യാകുമാരി ചട്ടി എന്നൊക്കെ പറയും. അതൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അൺഅവൈലബിൾ ആയിട്ടുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി. നമുക്കെല്ലാം ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാല് ഇത് നല്ല മുട്ട മണമുണ്ട്. അപ്പൊ ഇതിനെ മുട്ടയപ്പം എന്നും കൂടി വിളിക്കാം. മതി നിന്റെ എക്സ്പ്ലനേഷൻ. പിന്നെ അവന്റെ വർത്താനം കേട്ടെ മുട്ടപ്പത്തിൽ തലമുത്തി വീണൂടെ എടുത്തപ്പ. അപ്പൊ ചങ്കള് നമുക്കേ മതിടാ ചിന്തിട്ട് പറയാൻ പറ്റേ. അതെ ഇവന് ഇനി എന്തിട്ടൊക്കെ പറഞ്ഞ അവനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്കും എന്താ പറയാ പുന്നാര മോനാണ് അവൻ. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലിന് തേങ്ങയൊക്കെ കൊത്തിയ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ പാലെടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളവിടെ മുട്ടപ്പത്തിരി തേങ്ങാപ്പാലൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പൊ നമുക്ക് ഈ തേങ്ങാപ്പാല് മുട്ടപ്പത്തിരിലേക്ക് ഒഴിച്ചു കൊടുക്കേട്ടാ. കണ്ട ചങ്കളെ നന്നായിട്ട് പാലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അപ്പൊ ഈ പാലൊക്കെ ഈ മുട്ടപ്പത്തിരിലേക്ക് പിടിക്കും. ഈ മുട്ടപ്പത്തിരിലേക്ക് ഈ പാലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കും. കണ്ടത് ഈ പാല് പോകണമെങ്കിൽ പോകണ്ട. തേങ്ങാപ്പാല് ചെറുതായിട്ട് ഉപ്പിടണം. പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരം ഇടണം കേട്ടോ. ഞങ്ങൾക്ക് തിന്നോക്കാം അല്ലേ? കൊതിയാവണുണ്ടാ? എൻ്റെ ചങ്കകള് ഒരു രക്ഷയില്ലാട്ടാ. ഒരു രക്ഷയില്ല. അപ്പം ഇതിനെപ്പറ്റി അറിയാത്തൊരു ആരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. മുട്ടപ്പത്തിരിയാണ്. അപ്പം ഓക്കെ ചങ്കളെ. അപ്പം താങ്ക് യു. തിന്നട്ടേട്ടാ. സൂപ്പർ. അപ്പം ടാറ്റാ ബൈ ബൈ. Watch and subscribe your funniest YouTube RK